പോപ്പുലർ ഫ്രണ്ട് ഒരു കാലത്ത് ഈ കേരളത്തിന്റെ മുക്കിലും മൂലയിലും ഭീഷണിപ്പെടുത്തുന്ന ഒരു സംഘടനയായിരുന്നു. അത് നിരന്തരം ഒരു ശല്യമായി മാറിയപ്പോൾ കേന്ദ്ര സർക്കാർ അതിനെ നിരോധിക്കുകയാണ്. അല്ലാതെ മറ്റൊരു പോംവഴിയില്ല. അതുമായി ബന്ധപ്പെട്ടിപ്പോൾ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ കേരളം ഞെട്ടിയിരിക്കുകയാണ്. അവർ ഇടയ്ക്ക് കൊലപാതകങ്ങൾ നടത്തിയിരുന്നു, പല ഇടങ്ങളിൽ കൊലപാതകങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ഹിറ്റ് ലിസ്റ്റ് അല്ലേ, 950-ലധികം പേരുടെ ഹിറ്റ് ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പ്രമുഖരുണ്ടോ? തീർച്ചയായിട്ടും പേരുവിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. കൃത്യമായിട്ട് പറഞ്ഞാൽ 977 പേരെ അവർ കൊലപ്പെടുത്താൻ നിശ്ചയിച്ചു. അതിലൊരു മുൻ ജില്ലാ ജഡ്ജിയും ഉൾപ്പെടുന്നുണ്ട്. ആരുടെയും പേര് പുറത്തു വിട്ടിട്ടില്ല. പക്ഷേ ഈ ലിസ്റ്റ് വളരെ കൃത്യമായിട്ട് NIA ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഇത് കോടതിയിൽ സമർപ്പിക്കാൻ ഒരു കാരണമുണ്ട്. അത് പറഞ്ഞിട്ട് നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അതായത് പാലക്കാട് ശ്രീനിവാസൻ എന്നൊരു മുൻ RSS പ്രചാരകനെ അദ്ദേഹത്തിൻ്റെ കടയിൽ കയറി ഇവർ വെട്ടിക്കൊന്നു, പോപ്പുലർ ഫ്രണ്ടുകാർ. ആ സംഭവവുമായി ബന്ധപ്പെട്ട് അതിൽ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ജയിലിൽ കഴിയുന്ന, റിമാൻഡിൽ കഴിയുന്ന, കാരണം അതൊരു വർഗീയ കലാപം ലക്ഷ്യമിട്ടുള്ള ഒരു ആക്രമണം. കാരണം അദ്ദേഹം ഈ RSSന്റെ പ്രവർത്തകൻ, സജീവ പ്രവർത്തകനായിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹം കുടുംബവുമായല്ലേ, അതെ, പിന്നെ ഒരു RSSവുമായി മാത്രം പ്രചാരകനായിരുന്ന അദ്ദേഹം അതൊക്കെ വിട്ടിട്ട് RSSന്റെ മറ്റ് അവിടുത്തെ ജില്ലയുടെ ഒക്കെ ചില ചുമതലകളൊക്കെ വഹിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം കുടുംബവുമായിട്ട് സ്വസ്ഥമായിട്ട് കഴിയുന്ന ആളായിരുന്നു. അദ്ദേഹം ആരെടുത്തും ഒരു ശല്യത്തിനും പോകാത്ത ആളാണ്. അവിടെ സഞ്ജിത്ത് എന്ന് പറഞ്ഞ ഒരു ആളെ പോപ്പുലർ ഫ്രണ്ടുകാർ വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു. ഈ സഞ്ജിത്തിൻ്റെ കൊലപാതകത്തിനെതിരെ ആ പ്രദേശത്തുള്ള അദ്ദേഹത്തിൻ്റെ ചില സുഹൃത്തുക്കൾ മറ്റൊരു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനെ കൊലപ്പെടുത്തി അതിന് പ്രതികാരം ചെയ്തു. ആ കൊലപാതകം നടന്ന് 24 മണിക്കൂറിനുള്ളിലാണ് ഈ പാലക്കാട് ശ്രീനിവാസനെ ഇതുമായി ഒരു ബന്ധവുമില്ലാത്തൊരു മനുഷ്യൻ. അതെ, ഒരു ബന്ധവുമില്ലാത്തൊരു മനുഷ്യൻ. അതുപോലെ തന്നെയാണ് ആലപ്പുഴയിലും നടന്നത്. ആലപ്പുഴയിൽ നമുക്കറിയാം, ഒരു നന്ദു എന്ന് പറഞ്ഞൊരു പയ്യനെ ചേർത്തലയ്ക്കടുത്ത്, വയലാറിലാണെന്ന് തോന്നുന്നു, അവിടെ ഒരു ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ടുകാർ ഈ നന്ദുവിനെ കൊലപ്പെടുത്തി. മൂർച്ചയേറിയ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു കൊലപ്പെടുത്തിയത്. അതിന് പകരം ആ നന്ദുവിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്ന് ഈ ആലപ്പുഴയിലെ ഷാൻ എന്ന് പറയുന്ന ഒരു പോപ്പുലർ ഫ്രണ്ട് നേതാവിനെ പറഞ്ഞു കേൾക്കുന്നത്, ഈ ഷാനിന് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഇത്തരം ഈ കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും മറ്റുമൊക്കെ പങ്കുള്ള വളരെ സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. ആ ഷാനിനെ അവർ കൊലപ്പെടുത്തി. ആ ഷാനിനെ കൊലപ്പെടുത്തി 24 മണിക്കൂറിനകം ഈ കേസുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ലാത്ത ഒരു RSS പ്രവർത്തകനും മത്സ്യപ്രവർത്തക സംഘത്തിൻ്റെ സംസ്ഥാന നേതാവുമൊക്കെ ആയ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ, അദ്ദേഹം വളരെ സൗമ്യനും എല്ലാവരുമായിട്ട് സൗഹൃദത്തിൽ കഴിയുന്ന ഒരാളാണ്. അദ്ദേഹത്തെ വീട്ടിൽ കയറി ഭാര്യയുടെയും അമ്മയുടെയും പെൺമക്കളുടെയും മുന്നിലിട്ട് അദ്ദേഹം ഉടുത്തിരുന്ന വസ്ത്രം പിടിച്ചു വലിച്ച് അദ്ദേഹത്തെ നഗ്നനാക്കി തലയ്ക്ക് ചുറ്റിക കൂടം കൊണ്ട് അടിച്ച് മൃഗീയമായിട്ട്, അങ്ങേയറ്റം ക്രൂരമായിട്ട് കൊലപ്പെടുത്തി. ആ കേസിൽ 15 പേർക്ക് കോടതി വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ തുടർ നടപടികളൊക്കെ നടക്കുക. കേരളത്തെ ഞെട്ടിച്ചൊരു കൊലപാതകമായിരുന്നു. ഇങ്ങനെ ഈ അതും ഇതുമായുള്ള കണക്ട് ചെയ്യുന്ന കാര്യം അവരുടെ ലിസ്റ്റ് അല്ലേ, ഈ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യുക. അതാണ് ഞാനും പറയാൻ വന്നത്. ലിസ്റ്റിൽ നിന്ന് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് ആരെയൊക്കെ, കാരണം ബന്ധം വേണ്ട, അവരൊരു ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ ലിസ്റ്റാണ് ഇവിടെ വളരെ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് ഈ പറയുന്നത് പോലെ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസനെയും അതുപോലെ തന്നെ പാലക്കാട് ശ്രീനിവാസനെയും ഒക്കെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതിനു മുമ്പ് ഈ നന്ദുവിനെയും സഞ്ജിത്തിനെയും ഒക്കെ കൊന്നതും ആ രീതിക്കാണ്. അതിനു മുമ്പ് അവർ വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, ഈ പോപ്പുലർ ഫ്രണ്ട് ആകുന്നതിന് മുമ്പ് അവർ NDF ആയിരുന്നു. ഈ NDF ആണ് പോപ്പുലർ ഫ്രണ്ടായി രൂപാന്തരം പ്രാപിച്ചത്, നാദാപുരം ഡിഫൻസ് ഫോഴ്സ്. ഈ നാദാപുരം ഡിഫൻസ് ഫോഴ്സ് 993 നാദാപുരത്ത് അരയക്കണ്ടി ബിനു എന്ന് പറയുന്ന ഒരാളിനെ കൊലപ്പെടുത്തി. അത് DYFIയുടെ പ്രവർത്തകനാണ്. അയാളെ ഈ പറഞ്ഞതുപോലെ ഒരു വ്യാജ ബലാത്സംഗ കേസിൽ കുറ്റാരോപിതനാക്കി അറസ്റ്റ് ചെയ്ത് ജയിലിലായിരുന്നു. പിന്നീട് ജാമ്യത്തിലിറങ്ങിയ ഈ ബിനുവിനെ പരസ്യമായിട്ട് നടു റോഡിലിട്ട് വെട്ടിക്കൊല്ലുകയായിരുന്നു. തുടർന്ന് പിന്നീട് ഇരിട്ടിയിൽ അശ്വിനികുമാർ എന്ന ഹിന്ദു ഐക്യവേദി നേതാവ്, RSS പ്രവർത്തകനാണ്, വളരെ മിടുക്കനായിട്ട് ഭഗവത്ഗീത പഠിപ്പിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹം ബാലഗോകുലത്തിൻ്റെ ക്ലാസ്സുകൾ എടുക്കുന്ന ആളായിരുന്നു. സ്വകാര്യ ട്യൂഷൻ സെൻ്ററിലെ അധ്യാപകനായിരുന്നു. അതോടൊപ്പം തന്നെ നാം മതരാഷ്ട്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം കാര്യങ്ങൾ കേട്ടിട്ടുള്ളത്. ശരീഅത്ത് നിയമം, കാരണം ഒരു അധ്യാപകൻ
ഒരു ചോദ്യത്തിൽ ഈ നബിയെ കുറിച്ച് മുഹമ്മദ് എന്നൊരു പേര്, നബിയെ കുറിച്ച് ഒരു പരാമർശവുമില്ല, മുഹമ്മദ് എന്ന പേര് അദ്ദേഹം പരാമർശിക്കുന്നു, അദ്ദേഹത്തിന്റെ കൈവെട്ടുന്നു. അന്നാണല്ലോ പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ ശ്രദ്ധിച്ചു തുടങ്ങിയത്. പക്ഷെ അതിനെതിരെ അന്ന് പറയാൻ നമ്മുടെ ഇടത് വലത് മുന്നണികളും തങ്ങൾ മതേതരവാദികളാണെന്ന് അവകാശപ്പെടുന്നവരും മൗനം പാലിച്ചത് കൊണ്ടല്ലേ ഈ രീതിയിലേക്ക് കേരളത്തിൽ ഇത്രയും വളർച്ച ഉണ്ടായി. അവസാന ആലപ്പുഴയുടെ നഗരഹൃദയത്തിൽ അവർ വിളിക്കുകയാണ്, അവലും മലരും കാത്തു സൂക്ഷിക്കൂ. അവലും മലരും കുന്തിരിക്കവും വീട്ടിൽ കാത്തു സൂക്ഷിച്ചോ, നിന്റെയൊക്കെ കാലന്മാർ എന്നാണ് ഒരു കൊച്ചു കുട്ടിയെ കൊണ്ടാണ് ആ മുദ്രാവാക്യം വിളിപ്പിച്ചത്. അപ്പോൾ എത്ര നിഷ്ഠൂരമായ, എത്ര ഭീകരമായ ഒരു അവസ്ഥയിലാണ് ആ സംഘടന ചെന്നെത്തി നിൽക്കുന്നത്. അവർക്ക് വളരെ കൃത്യമായിട്ട് ഈ പറയുന്നത് പോലെ പരമത വിദ്വേഷം. അല്ല, ഇത്രയും ഹിറ്റ് ലിസ്റ്റ് വന്നതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആരും പരിഗണിക്കില്ല. കാരണം ഈ പോപ്പുലർ ഫ്രണ്ടിനെ വിമർശിക്കുകയും ഈരാറ്റുപേട്ടയിലുള്ള ഇവര് ചില നേതാക്കളുണ്ടല്ലോ അവരെല്ലാം വിമർശിക്കുകയും ചെയ്ത PC ജോർജിന്റെ അവസ്ഥ നമുക്കറിയാമല്ലോ. അതെ, ഇലക്ഷനിൽ തോൽപ്പിച്ച് വീട്ടിലിരുത്തിയിരിക്കുകയാണ്. അല്ല, ജയിലുകളോ അതെ അതെ കറക്കി കിടക്കുകയാണ്. അതെ, അതെ, പോപ്പുലർ ഫ്രണ്ടിനെ എതിർത്ത PC ജോർജ് ഹിന്ദു സംഘടനകളുടെ വേദിയിൽ വന്ന് പ്രസംഗിച്ചു എന്ന ഒറ്റ കാരണത്താലാണ് അദ്ദേഹത്തിനെതിരെ നിരവധി കേസുകൾ ഈ പറഞ്ഞതുപോലെ ചാനൽ ചർച്ചയിലും മറ്റുമൊക്കെ അദ്ദേഹം തുറന്നടിക്കുന്നു. ആ തുറന്നടിക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹത്തിനെതിരെ ഈ മതസ്പർദ്ധ ഉണ്ടാക്കുന്നു എന്ന കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത് കേരളത്തിലെ പല ജയിലുകളിലായിട്ട്, പല ജില്ലകളിലെ ജയിലുകളിലായിട്ട് കൊണ്ട് പാർപ്പിക്കുകയാണ്. പിന്നീട് അദ്ദേഹം ജാമ്യത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ മതരാഷ്ട്രവാദമാണ്, മതഭീകരതയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ കണ്ടെത്തി വച്ചിരിക്കുകയാണ് ആരെയൊക്കെ കൊല്ലണം, ആരെയൊക്കെ ആക്രമിക്കണം, ആരെയൊക്കെ കൊല്ലണം എന്ന് വളരെ കൃത്യമായിട്ട് ലിസ്റ്റ് ഉണ്ടാക്കി വെച്ച്. ഇതിപ്പോൾ അവരുടെ ആലുവയിലെ പെരിയാർ വാലി ക്യാമ്പസ് ഉണ്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ, അവിടെ റെയ്ഡ് ചെയ്തപ്പോൾ ഏതാണ്ട് 238 പേരുടെ ലിസ്റ്റ് കിട്ടിയെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അറസ്റ്റിലായ ഒരു അയൂബ് എന്ന് പറഞ്ഞ ഒരാളിൻ്റെ വീട്ടിൽ നിന്ന് 500 പേരുടെ ലിസ്റ്റ് തയ്യാറാക്കി വച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ശ്രീനിവാസൻ വധക്കേസിലെ പ്രതിയായ സിറാജുദ്ദീൻ്റെ കയ്യിൽ നിന്ന് ഇതുപോലെ ഏതാണ്ട് 240 പേരുടെ പേര് വിവരങ്ങൾ, കൊല്ലപ്പെടുത്തേണ്ട 240 പേരുടെ പേര് വിവരങ്ങൾ കിട്ടി NIAക്ക്. ഇതൊക്കെ കേരള പോലീസിനും ഒക്കെ അന്വേഷിച്ച് കിട്ടിയ വിവരങ്ങളാണ്. ഇത് NIAയുടെ കൈവശം മാത്രമുള്ളതല്ല, വിവിധ ഏജൻസികൾ വിവിധ കാലങ്ങളിലായിട്ട് അന്വേഷിച്ചപ്പോൾ കിട്ടിയ വിവരങ്ങളാണ് ഇതൊക്കെ. അതെല്ലാം കൂടെ ക്രോഡീകരിച്ചാണ് ഇപ്പോൾ ഈ പാലക്കാട് ശ്രീനിവാസൻ കേസിലെ പ്രതികൾ ജാമ്യത്തിനായിട്ട് കോടതിയെ സമീപിച്ചു. അവിടെ ഈ ലിസ്റ്റ് അടക്കമുള്ള വിവരങ്ങൾ NIA സമർപ്പിച്ചിരിക്കുകയാണ്. ഒരു കാരണവശാൽ ഇവർക്ക് ജാമ്യം കൊടുക്കരുത്. എന്തായാലും NIAയുടെ വാദം കോടതി സ്വീകരിച്ചതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഇവരുടെ ജാമ്യ ഹർജി കോടതി തള്ളിയതായിട്ടാണ് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ സ്ഥിരീകരണം പുറത്തു വന്നിട്ടില്ല. കോടതി നടപടിക്രമങ്ങൾ പൂർണ്ണമായിട്ടും പൂർത്തിയാക്കി മാത്രമേ അത് നമുക്ക് അത്തരം വിവരങ്ങൾ നമ്മുടെ കൈവശം വരുള്ളൂ. പ്രഥമ ദൃഷ്ട്യാ പ്രാഥമികമായി ലഭിച്ച വിവരം ഇവരുടെ ജാമ്യ ഹർജി തള്ളി എന്നുള്ളതാണ്. എന്തായാലും ഈ പറഞ്ഞതുപോലെ അതിഭീകരമായൊരു അവസ്ഥ. മാത്രമല്ല NIA പറയുന്നത് ഈ ഭീകര സംഘടന നിരോധിക്കപ്പെട്ടെങ്കിലും ഇതിൻ്റെ നിഴൽ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്, അതുപോലെ ഇതിൻ്റെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവർക്ക് ജാമ്യം കൊടുക്കരുത്. ഇവർക്ക് ജാമ്യം കൊടുക്കുന്നത് നാടിൻ്റെ സമാധാന ജീവിതത്തിന് ഭംഗം വരുത്തും, വീണ്ടും കൊലപാതകങ്ങൾ അരങ്ങേറും. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ അറസ്റ്റിലായ ഒരാളിന് പോലും ജാമ്യം കൊടുക്കരുത്. അവരെ തടങ്കലിൽ തന്നെ സൂക്ഷിക്കണം. ഇതിൻ്റെ കുറ്റപത്ര ഉടൻ തന്നെ വിചാരണ എനിക്ക് തോന്നുന്നു പാലക്കാട് ശ്രീനിവാസൻ്റെ കൊലപാതക കേസിലെ വിചാരണ ആരംഭിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ കേസിൽ വിചാരണ പൂർത്തിയാക്കി എല്ലാവർക്കും ശിക്ഷയും വിധിച്ചിരിക്കുകയാണ് കോടതി. ഇപ്പോൾ വളരെ കൃത്യമായിട്ട് NIAയുടെ ആവശ്യം കോടതി പരിഗണിക്കും, കോടതി അത് മുഖവിലേക്ക് എടുക്കും എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. എന്തായാലും കേരളത്തിൽ ഒരു വലിയ ഭീതിയുടെ അന്തരീക്ഷം വിതച്ച് വലിയ കൊലപാതകങ്ങൾ നടത്തി രാജ്യം കുട്ടിച്ചോറാക്കാൻ നിന്ന ഒരു സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. അതിനെ കേന്ദ്ര സർക്കാർ നിരോധിച്ചു, അത് ട്രൈബ്യൂണലും അംഗീകരിച്ചു. ഇനി അവർ സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ നിന്ന് നമുക്ക് എന്താണ് സംഭവിക്കുക എന്ന് ഭാവിയിൽ അറിയാൻ കഴിയുള്ളൂ. എന്തായാലും ഈ 977 പേരുടെ ഈ ഹിറ്റ് ലിസ്റ്റ്, കൊലപ്പെടുത്തേണ്ട 977 പേരുടെ പേര് വിവരങ്ങൾ അടങ്ങിയ ഒരു ലിസ്റ്റ് സൂക്ഷിക്കുന്ന ഒരു സംഘടന എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇവർ മാത്രമാണ് എന്നാണ് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.